अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ഓം നമോ ഭഗവതേ വാസുദേവായ. രാമായണ പാരായണം 6-ാം ദിവസം. അയോധ്യാകാന്ഡം. ദശരഥ മഹാരാജാവിന്റെ ഇഹലോകവാസവും ഭരതന്റെ അയോധ്യാഗമനവും. നാഥനായിരുന്ന ഗുഹൻ രാമന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. ആ ദേശത്തിന്റെ രാജാവുമായിരുന്നു. രാമന്റെ ആഗമനത്തെക്കുറിച്ച് ശ്രവിച്ച അദ്ദേഹം രാമനെ അഭിവാദ്യം ചെയ്യാനായി സന്തോഷപൂർവ്വം അവിടെ വന്നെത്തി. ദശരഥപുത്രന്മാർ തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നിഷാദ രാജാവ് അവിടെയെത്തി രാമനെ ആലിംഗനം ചെയ്തു. വനവാസ വേഷത്തിൽ രാമനെ ദർശിക്കുന്നതിൽ ഗുഹന്റെ ഹൃദയം നൊമ്പരപ്പെട്ടു. ഗുഹൻ പറഞ്ഞു, എന്റെ പ്രിയ രാമ, ശൃംഗവേരപുരമെന്ന് എന്റെ ഈ രാജ്യം എന്റേതെന്നതുപോലെ അങ്ങയുടേതുമാണ്. അയോധ്യയെന്ന് കരുതി ഇവിടത്തെ എല്ലാം അങ്ങ് വിനിയോഗിച്ചാലും അങ്ങ് എന്റെ അതിഥിയായി ഇവിടെ എഴുന്നള്ളിയതിനാൽ ഞാൻ അത്യന്തം ബഹുമാനിതനായിരിക്കുന്നു. രാമന് ഒരു രാജകീയ സ്വീകരണം നൽകുവാനായി വിഭവസമൃദ്ധമായ ഭക്ഷണം, സുഖകരമായ മെത്തകൾ, പൂജാദ്രവ്യങ്ങൾ എന്നിവയെല്ലാം ഗുഹൻ കൊണ്ടുവന്നിരുന്നു. ഇതെല്ലാം രാമനെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഗുഹനെ ആലിംഗനം ചെയ്യവേ അദ്ദേഹം മറുപടി പറഞ്ഞു, അങ്ങ് എനിക്ക് സമർപ്പിച്ച ഈ ദ്രവ്യങ്ങൾ ഞാൻ എന്റെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ കുശപ്പുല്ലും മരവുരിയും മാൻതോലും മാത്രമേ ധരിക്കൂവെന്നും ഫലങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും മാത്രമേ ഭക്ഷിക്കൂവെന്നും പ്രതിജ്ഞയെടുത്തിരിക്കുന്നതിനാൽ ഈ ഉപഹാരങ്ങൾ വേണ്ടവിധം വിനിയോഗിക്കുവാൻ എനിക്കാവുകയില്ല. അതുകൊണ്ട് അവയിൽ കുറച്ചു മാത്രം മാറ്റിവെച്ച് എന്റെ പിതാവിന്റെ പ്രിയപ്പെട്ടവയായ കുതിരകൾക്ക് നൽകുവാനായിട്ട് ബാക്കിയുള്ളതെല്ലാം അങ്ങ് ദയവ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയാലും. ഗംഗയോടുള്ള ബഹുമാനാർത്ഥം ആ ദിനം മുഴുവൻ രാമൻ ഉപവസിക്കുകയായിരുന്നു. എന്നതിനാൽ ഗുഹൻ പോയി കുതിരകൾക്ക് ഭക്ഷണം നൽകിയ നേരത്ത് രാമൻ ലക്ഷ്മണനിൽ നിന്നും ഒരൽപ്പം ജലം സ്വീകരിച്ചു. ആ രാത്രിയിൽ സീതാരാമന്മാർ ഒരു ഓടവൃക്ഷച്ചുവട്ടിൽ നിദ്ര കൊള്ളുമ്പോൾ ലക്ഷ്മണനും ഗുഹനും അവർക്ക് കാവലായി ഉണർന്നിരുന്നു. ലക്ഷ്മണനോടും വിശ്രമിച്ചു കൊള്ളുവാൻ ഗുഹൻ അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും ലക്ഷ്മണൻ അത് നിരസിച്ചു. സീതാരാമന്മാർ ഉറങ്ങുന്ന സമയമായിരുന്നതിനാൽ ലക്ഷ്മണൻ ആ രാത്രി മുഴുവനും തന്റെ പിതാവിനെയും അമ്മമാരെയും ഓർത്ത് വിലപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുഹൻ നിറകണ്ണുകളോടെ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. അടുത്ത പ്രഭാതത്തിൽ രാമന് ഗംഗ മുറിച്ചു കടക്കുവാനായി ഗുഹൻ മനോഹരമായ ഒരു തോണി ഏർപ്പാടാക്കി. വിട പറയുന്നതിനു മുൻപ് രാമൻ സുമന്ത്രനോട് പറഞ്ഞു, ദയവ് ചെയ്ത് അയോധ്യയിലേക്ക് മടങ്ങി പിതാവിന്റെ സേവനത്തിൽ മുഴുകുക. ശാന്തനായിരിക്കുക. അങ്ങനെയായാൽ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ താങ്കൾക്ക് കഴിയും. താങ്കൾ എനിക്ക് വളരെ വലിയ സഹായം തന്നെ ആയിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് ഞങ്ങൾ കാൽനടയായി യാത്ര തുടരട്ടെ. രാമന്റെ അകമ്പടി സേവിക്കുവാനുള്ള അനുവാദത്തിനായി സുമന്ത്രൻ കേണപേക്ഷിച്ചു. പക്ഷേ അചഞ്ചലനായി രാമൻ പറഞ്ഞു, ദുഃഖം വെടിയുക. കാരണം 14 സംവത്സരം പൂർത്തിയായതും ഞങ്ങൾ അയോധ്യയിൽ പ്രവേശിക്കുന്നതാണ്. എന്റെ സൗഖ്യത്തെക്കുറിച്ച് അച്ഛനെ അറിയിക്കുക. എത്രയും വേഗത്തിൽ ഭരതന്റെ പട്ടാഭിഷേകം നടത്തണമെന്നും അച്ഛനോട് പറയുക. എനിക്ക് വേണ്ടി ഭരതനോടൊരു പ്രത്യേക അഭ്യർത്ഥനയും നടത്തുക. എല്ലാ അമ്മമാരെയും നിഷ്പക്ഷ സ്നേഹത്തോടെ സംരക്ഷിക്കണമെന്ന്. രാമനെ പിരിയുന്ന വസ്തുത അചിന്ത്യമായതിനാൽ കഠിന താപത്തോടെ സുമന്ത്രൻ വാദിച്ചു. ഞാൻ ഏകനായി മടങ്ങിയാൽ അയോധ്യാവാസികൾ ആകമാനം ദുഃഖിതരായിത്തീരും. അതിനാൽ രാമ, എന്നെ അങ്ങയോടൊപ്പം കൊണ്ടുപോവുക. അല്ലെങ്കിൽ ഈ ദുസ്സഹമായ ജീവിതം ജലത്തിലോ അഗ്നിയിലോ ഞാൻ ഹോമിക്കും. അപ്പോൾ രാമൻ സുമന്ത്രനെ ഓർമ്മിപ്പിച്ചു, അങ്ങ് അയോധ്യയിൽ മടങ്ങിപ്പോയി കൈകേയിയെ അറിയിക്കണം, ഞാൻ വനപ്രവേശം ചെയ്തു കഴിഞ്ഞുവെന്ന്. ഈ രഥവുമായി അങ്ങ് മടങ്ങിച്ചെന്നില്ലെങ്കിൽ കൈകേയി മാതാവ് ഭയപ്പെടും. ഞാൻ ഏതു വിനാഴികയും മടങ്ങിച്ചെല്ലുമെന്ന്. അതിനുശേഷം ഗുഹനെ നോക്കി പറഞ്ഞു, സുഹൃത്തുക്കളാലും ബന്ധുക്കളാലും ചുറ്റപ്പെട്ട് വനവാസം നടത്തുവാൻ ഞാൻ തെല്ലും ആഗ്രഹിക്കുന്നില്ല. വിജനമായ ഒരു പ്രദേശത്തിൽ ഋഷികളെ പോലെ ജീവിക്കുവാനാണ് ഞാൻ ആശിക്കുന്നത്. അതിനായി പേരാൾ വൃക്ഷത്തിലെ പാൽനിറമുള്ള കറ കൊണ്ടുവന്നു തരിക. എന്റെ തലമുടി ഞാൻ ജടയാക്കി മാറ്റട്ടെ. ഗുഹൻ വേഗം അത് കൊണ്ടുവന്നു കൊടുത്തു. മരച്ചാറ് പുരട്ടി രാമലക്ഷ്മണന്മാർ അവരുടെ ചിഗുരത്തെ ജടയാക്കി മാറ്റി. മരവുരിയും ജടയും കൂടി അവരെ വനവാസികളായ ഋഷിമാർ തന്നെയാക്കി. ഗുഹനോട് വിട ചൊല്ലി രാമലക്ഷ്മണന്മാർ സീതയോടുകൂടി തോണിയിൽ കയറി
അല്പം ഗംഗാജലം പാനം ചെയ്ത ശേഷം അവർ യാത്രയായി. തോണി നദീമധ്യത്തിലെത്തിയപ്പോൾ സീത ഗംഗാദേവിയോട് അവരെ സുരക്ഷിതമായി അയോധ്യയിൽ മടക്കിയെത്തിക്കണമെന്ന് ഭക്തിപൂർവം പ്രാർത്ഥിച്ചു. നദിക്കര തോണിയടുപ്പിച്ച് കരയ്ക്കിറങ്ങി. സീതയെ സംരക്ഷിക്കുന്നതിനായി ലക്ഷ്മണൻ മുന്നിലും രാമൻ പിന്നിലുമായി കാൽനടയായി യാത്ര തുടർന്നു. രാത്രിയായപ്പോൾ ഒരു കൂറ്റൻ മരച്ചായയിൽ അവർ അഭയം തേടി. സീത ഉറങ്ങിയപ്പോൾ രാമലക്ഷ്മണന്മാർ കാവലിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കവേ കൈകേയിയുടെ കുൽസിത പ്രവൃത്തികളിൽ നിന്ന് അവരുടെ അമ്മമാരെ സംരക്ഷിക്കുന്നതിനായി ലക്ഷ്മണൻ മടങ്ങിപ്പോകണമെന്ന് രാമൻ അപേക്ഷിച്ചു. അമ്മയെക്കുറിച്ചോർത്ത് വികാരാധീനനായ രാമന്റെ മുഖം അശ്രുധാരയിൽ കുതിർന്നു. ലക്ഷ്മണൻ പലതും പറഞ്ഞ് രാമനെ ആശ്വസിപ്പിച്ചു. തന്നെ കൂടാതെയുള്ള ജീവിതം ലക്ഷ്മണന് അചിന്ത്യമാണെന്ന ബോധ്യം വന്ന രാമൻ അവസാനം ആ ചിന്ത ഉപേക്ഷിച്ചു. അടുത്ത പ്രഭാതത്തിൽ യാത്ര ആരംഭിച്ച സീതാരാമ ലക്ഷ്മണന്മാർ ബഹുദൂരം പിന്നിട്ട് അവസാനം ഗംഗാ യമുനകളുടെ സംഗമ ഭൂമിയിലെത്തി. ഭരദ്വാജൻ എന്ന മഹർഷി വര്യൻ അവിടെ അരികത്തായി ആശ്രമജീവിതം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. ആ ദിവ്യപുരുഷന്റെ ദർശനത്തിനാഗ്രഹിച്ച് രാമൻ ആശ്രമ കവാടത്തിൽ കാത്തുനിന്നു. താമസിയാതെ ഒരു ശിഷ്യൻ വന്ന് മൂവരെയും ആശ്രമത്തിനുള്ളിലേക്ക് നയിച്ചു. അവിടെ ശിഷ്യഗണങ്ങളാൽ വലയം ചെയ്യപ്പെട്ട് ധ്യാനനിരതനായിരുന്നു ഭരദ്വാജ മുനി. സ്വയം പരിചയപ്പെടുത്തി. അവിടെ എത്തിച്ചേരാനിടയായതിന്റെ പിന്നിലെ കഥകളും അറിയിച്ചപ്പോൾ മഹാമുനി സീതാരാമ ലക്ഷ്മണന്മാർക്ക് ഹൃദ്യമായ സ്വീകരണം നൽകിയതിനു പുറമെ ഫലമൂലാദികൾ കൊണ്ട് പാകം ചെയ്ത വിവിധയിനം ആഹാര പദാർത്ഥങ്ങളും നൽകി. അവസാനം ശയനമുറിയിലേക്ക് വരെ യാത്രയാക്കുന്ന വേളയിൽ ഋഷി സ്നേഹപൂർവ്വം പറഞ്ഞു, അങ്ങയുടെ നാടുകടത്തലിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഈ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. 14 വർഷത്തെ വനവാസം ഈ ആശ്രമത്തിൽ ആചരിക്കുക. എന്റെ ശിഷ്യന്മാരുടെ പരിചരണാദികളാൽ അങ്ങേക്കും പത്നിക്കും ലക്ഷ്മണനും ഇവിടെ യാതൊരു അസൗകര്യങ്ങളുമില്ലാതെ താമസിക്കാവുന്നതാണ്. രാമന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: മാമുനി ശ്രേഷ്ഠ, അങ്ങയുടെ ഈ സന്മനസ്സിന് നന്ദി. പക്ഷേ ഈ ആശ്രമം അയോധ്യയിൽ നിന്ന് ഏറെ അകലെയല്ലാത്തതിനാൽ ഞാൻ ഇവിടെയാണെന്നറിഞ്ഞ് അയോധ്യാവാസികൾ കൂട്ടം കൂട്ടമായി ഇവിടെ വരും എന്നെ കാണുവാൻ. അതിനാൽ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് സന്തോഷവും സുഖവും സ്വകാര്യതയും നൽകുന്ന ഒരു ഏകാന്ത പ്രദേശം നിർദ്ദേശിക്കുക. മഹർഷി പറഞ്ഞു, ഇവിടെ നിന്ന് 10 യോജനകൾക്കപ്പുറമുള്ള ചിത്രകൂട പർവ്വതത്തിലേക്ക് പോവുക. യമുനാ നദി കടന്ന് കുറെ ദൂരം യാത്ര ചെയ്യുമ്പോൾ പടർന്നു പന്തലിച്ച ഒരു വൻവൃക്ഷം ശ്യാമമെന്ന് നാമമുള്ളത് കാണാം. അപ്പോൾ തീർച്ചയാക്കാം നിങ്ങൾ ചിത്രകൂട പർവ്വതത്തിന്റെ പ്രാന്തത്തിലെത്തിയെന്ന്. ചിത്രകൂടമാകമാനം അതിമനോഹരമായ വനപ്രദേശമാണ്. തുള്ളിച്ചാടുന്ന വെള്ളച്ചാട്ടങ്ങളും വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന അരുവികളുമുണ്ടവിടെ. മയിലുകളുടെയും കുയിലുകളുടെയും കളകൂജനം കാതുകൾക്ക് എപ്പോഴും ഇമ്പം നൽകിക്കൊണ്ടിരിക്കും. ഫലങ്ങളും തേനടകളും എങ്ങും സുലഭം. ചുരുക്കത്തിൽ ഗന്ധമാദനഗിരി പോലെ സുന്ദരമായ ഈ പ്രദേശത്തിൽ നിങ്ങൾക്ക് മംഗളപ്രദമായ ജീവിതം നയിക്കാം. സീതാരാമ ലക്ഷ്മണന്മാർ അന്ന് രാത്രി ആശ്രമത്തിൽ വിശ്രമിച്ചു. അടുത്ത പ്രഭാതത്തിൽ മുനിയുടെ അനുഗ്രഹാശിസ്സുകളോടെ വിടവാങ്ങി യമുനാ തീരത്തെത്തി രാമലക്ഷ്മണന്മാർ ഒത്തുചേർന്ന് ഒരു വലിയ ചങ്ങാടം പണിതു. അതിൽ കയറി നദീമധ്യത്തിലെത്തിയപ്പോൾ സീത കാളിന്തി ദേവിക്ക് പ്രണാമങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചു. കരക്കിറങ്ങി നടക്കവേ അധികം താമസിയാതെ ശ്യാമം എന്ന പേരാൽ വൃക്ഷച്ചുവട്ടിലെത്തി. തികഞ്ഞ ഭക്തിയോടെ സീത ആ വൃക്ഷദേവതയെ വണങ്ങി. അയോധ്യയിലേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. വീണ്ടും കുറെ നാഴികകൾ നടന്ന ശേഷം രാത്രി വിശ്രമത്തിനായി അവർ യാത്ര മതിയാക്കി നദീതീരത്തിൽ തങ്ങി. അടുത്ത നാൾ പുലർച്ചെ തന്നെ യാത്ര പുനരാരംഭിച്ചു. കാട്ടിൽ കണ്ട സർവ്വചെടികളെയും മരങ്ങളെയും കുറിച്ച് സീത രാമനോട് അവിരാമം സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. അവരുടെ രക്ഷയ്ക്കായി ഊരിപ്പിടിച്ച അസ്ത്രവും നിവർത്തിപ്പിടിച്ച വില്ലുവുമായി ലക്ഷ്മണൻ മുന്നിൽ നടന്നിരുന്നതിനാൽ രാമൻ സസന്തോഷം സീതയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ടിരുന്നു. അതുകൂടാതെ പ്രകൃതിയിലെ അത്ഭുതങ്ങളെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങളും പകർന്നു നൽകിയിരുന്നു. യാത്രാന്ത്യത്തിൽ ചിത്രകൂടത്തിലെത്തിയപ്പോൾ അതിരറ്റ സന്തോഷമാണ് അവർക്കുണ്ടായത്. കാരണം ആ വനമേഖല ഫലമൂലാദികൾ, കണക്കറ്റ തേനടകൾ, പനിനീർ പോലെ ഹൃദ്യമായ ജലം എന്നിവയാൽ സമൃദ്ധമായിരുന്നു. ആദ്യമായിട്ട് അവർ കണ്ടെത്തിയത് വാൽമീകിയുടെ ആശ്രമമായിരുന്നു. വാൽമീകി സീതാരാമ ലക്ഷ്മണന്മാർക്ക് അത്യന്തം ഊഷ്മളമായ വരവേൽപ്പ് നൽകി. കുറെ നാളുകളായി അവരുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. സംസാരമധ്യേ വാൽമീകി രാമനോട് അവിടെ തന്നെ വാസമുറപ്പിക്കാൻ ഉപദേശിച്ചു. അതിനനുസരിച്ച് രാമൻ ലക്ഷ്മണനോട് ഒരു ചെറുഗൃഹം പണിയുന്നതിനാവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യുവാൻ അപേക്ഷിച്ചു. വളരെ വേഗത്തിൽ സാമഗ്രികൾ സംഘടിപ്പിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷ്മണൻ ഒരു പർണശാല പണിതുയർത്തി.
മരത്തടികൾ കൊണ്ടുള്ള ചുവരുകളും പുല്ലുമേഞ്ഞ മേൽക്കൂരയുമുള്ള ഒരു പർണശാല. ദീർഘകാലം വസിക്കുവാനുള്ള ഭവനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഗൃഹശാന്തി കർമ്മങ്ങളെല്ലാം വേണ്ടതുപോലെ അനുഷ്ഠിച്ച ശേഷം അവർ മൂവരും ഗൃഹപ്രവേശം ചെയ്തു. അതോടെ ദുഷ്ടയായ കൈകേയിയാൽ നാടുകടത്തപ്പെട്ട ദുഃഖം രാമനെ വിട്ടുമാറുകയും അദ്ദേഹം അതിസന്തുഷ്ടനാവുകയും ചെയ്തു. ഇതേ വേളയിൽ രാമൻ അറിയാതെ പിന്തുടർന്ന് രാമൻ എവിടെയാണ് വാസസ്ഥാനം ഉറപ്പിക്കുക എന്ന അറിവിനായിക്കൊണ്ട് ഗുഹനയച്ച ചാരന്മാർ സീതാരാമലക്ഷ്മണന്മാർ ചിത്രകൂടത്തിലെത്തിയെന്ന വാർത്ത ഗുഹനെ അറിയിച്ചു. ഈ വാർത്ത അറിഞ്ഞ ഉടൻ സുമന്ത്രൻ തേരിൽ കയറി അയോധ്യയിലേക്കുള്ള യാതനാപൂർവമായ മടക്കയാത്രയ്ക്ക് തുടക്കമിട്ടു. 2-ാം ദിനം സായാഹ്നത്തിൽ അയോധ്യയിൽ എത്തിച്ചേർന്ന സുമന്ത്രൻ കണ്ടത് അക്ഷരാർത്ഥത്തിൽ വിജനമായ നഗരമായിരുന്നു. ജനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇല്ലെന്ന് തോന്നിപ്പിക്കും വിധം നിശബ്ദമായിരുന്നു അയോധ്യ. സുമന്ത്രനെത്തിയ വിവരമറിഞ്ഞ് ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് അദ്ദേഹത്തെ പൊതിഞ്ഞു. സീതാരാമലക്ഷ്മണന്മാരെ ഗംഗാതീരത്തിലെത്തിച്ചു എന്ന് മാത്രമായിരുന്നു അവരുടെ ചോദ്യശരങ്ങൾക്ക് സുമന്ത്രൻ നൽകിയ ഒരേയൊരു മറുപടി. മഹാരാജാവിന്റെ അരികിലെത്തിയ സുമന്ത്രൻ രാമന്റെ സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരുങ്ങിയതും വികാര വിക്ഷോഭത്താലും വിരഹദുഃഖത്താലും ദശരഥൻ നിലത്തു വീണു. സുമന്ത്രനും കൗസല്യയും ജഡിതിയിൽ അദ്ദേഹത്തിന്റെ സമീപത്തെത്തിയെങ്കിലും ഉറക്കെ വിലപിച്ചുകൊണ്ടിരുന്ന കൗസല്യയും തളർന്നവശയായി നിലംപതിക്കുകയാണുണ്ടായത്. വളരെ നേരത്തിനു ശേഷം മനഃശക്തി വീണ്ടെടുത്ത ദശരഥൻ സുമന്ത്രനോട് അപേക്ഷിച്ചു. രാമൻ പിരിയുന്നതിനു മുൻപ് ഉച്ചരിച്ച വാക്കുകളത്രയും ദയവ് ചെയ്ത് എന്നോട് ആവർത്തിക്കുക. രാമന്റെ വൃത്താന്തങ്ങൾ അറിയുന്നതിനു വേണ്ടി മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നതെന്ന് നല്ല ബോധ്യമുണ്ടായതിനാൽ സുമന്ത്രൻ ഒരു നീണ്ട മറുപടിയാണ് നൽകിയത്. വിടവാങ്ങുന്നതിനു മുമ്പ് രാമൻ എന്നോട് അയോധ്യയിലേക്ക് മടങ്ങി വന്ന് അങ്ങയെ സേവിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങയുടെ ക്ഷേമത്തിനായിക്കൊണ്ട് മാത്രമാണ് അങ്ങ് കൈകേയിക്ക് കൊടുത്ത സത്യം പാലിക്കണമെന്ന് രാമൻ ദൃഢനിശ്ചയമെടുത്തിരിക്കുന്നത്. അതേ കാരണത്താൽ തന്നെ ഭരതനെ എത്രയും പെട്ടെന്ന് കിരീടാവകാശിയാക്കണമെന്നും രാമൻ ആവശ്യപ്പെടുന്നു. രാമന്റെ വേർപാടിനു ശേഷം ഞാൻ കടിഞ്ഞാൺ കയ്യിലെടുത്തപ്പോൾ കുതിരകൾ കണ്ണീരൊഴുക്കി നിന്നതല്ലാതെ അനങ്ങുവാൻ കൂട്ടാക്കിയില്ല. അതിനാൽ ഞാൻ ഗുഹനുമായി കുറെ നേരം സമയം ചിലവഴിച്ചു. തീരുമാനം മാറ്റി രാമനെ വീണ്ടും വിളിച്ചെങ്കിലോ എന്ന വ്യാമോഹമായിരുന്നു എന്റെ ഉള്ളിൽ. ഒടുവിൽ ഹതാശനായി മടങ്ങിപ്പോരേണ്ടി വന്നു. കോസല സാമ്രാജ്യത്തിൽ വഴിനീളെ സർവചരാചരങ്ങളും രാമവിരഹത്താൽ യാതന അനുഭവിക്കുന്ന കാഴ്ചകൾ മാത്രമേ കാണുവാനുണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ട രാജാവ് ഏറെ ദുഃഖിതനായി. നിരാശയുടെ കയത്തിൽ പതിച്ച അദ്ദേഹം പ്രഖ്യാപിച്ചു, ഒന്നുകിൽ നീ നമ്മെ രാമന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ രാമനെ എന്റെ സമീപത്തെത്തിക്കണം. അല്ലാത്ത പക്ഷം നാം ഇപ്പോൾ തന്നെ ഇഹലോകവാസം വെടിയും. നാം ഇപ്പോൾ ദുഃഖസാഗരത്തിന്റെ അടിത്തട്ടിൽ മുങ്ങിക്കിടക്കുകയാണ്. നാം കൈകേയിക്ക് കൊടുത്ത 2 വരങ്ങളാണ് ആ സാഗരത്തിന്റെ ഇരുകരകൾ. രാമന്റെ വനവാസകാലമാണ് കടലിന്റെ വിസ്തൃതി. നമ്മുടെ ശ്വാസോച്ഛ്വാസം തിരമാലകളാണ്. കൗസല്യയും മറ്റും പൊഴിക്കുന്ന കണ്ണുനീർ പുഴകളായി ഈ ദുഃഖസമുദ്രത്തെ ഇളക്കിമറിക്കുന്നു. ശ്വാസത്തിനായി പിടഞ്ഞു പൊങ്ങുന്ന കരങ്ങൾ തുള്ളിച്ചാടുന്ന മത്സ്യങ്ങളാണ്. പാറിപ്പറന്നു കിടക്കുന്ന തലമുടി കടൽ കളകളും ഉച്ചത്തിലെ വിലാപസ്വരം കടലിന്റെ അലർച്ചയുമാകുന്നു. കൈകേയിയാണ് ഭൂമിക്കടിയിൽ നിന്നുയരുന്ന അഗ്നി, കണ്ണീർ മഴ പെയ്യ്ക്കുന്ന ഘോരശക്തി. മന്ധരയുടെ വാക്കുകൾ ഈ ആഴിയിലെ ജലത്തെ ബാധിച്ചിരിക്കുന്ന മുതലകളും. അതോടെ മഹാരാജാവ് ബോധരഹിതനായി നിലത്തു വീണു. താങ്ങാനാവാത്ത ദുഃഖഭാരത്താൽ നിലത്തു വീണ് കിടന്ന് പിടഞ്ഞിരുന്ന കൗസല്യ കേണു പറഞ്ഞു, സുമന്ത്ര, രാമന്റെ അരികിലേക്ക് എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ ജീവിതം ഈ നിമിഷം തന്നെ എന്നെ വിട്ടുപിരിയും. തുടർന്ന് പതിവ്രതകളിൽ അഗ്രഗണ്യയായിട്ടും കൗസല്യ സ്വകാന്തനെ കണക്കറ്റ് ശകാരിക്കുവാൻ തുടങ്ങി. രാമൻ നാട് കടത്തപ്പെട്ടതിന് താങ്കളെ മാത്രമേ പഴിക്കേണ്ടതായിട്ടുള്ളൂ. സ്വന്തം പുത്രനോടും അതിലോലയായ പുത്രവധുവിനോടും ഇത്രയും ക്രൂരത കാട്ടുവാൻ അങ്ങേക്ക് എങ്ങനെ കഴിഞ്ഞു? വെറും തറയിൽ കിടന്ന് അവരെങ്ങനെ ഉറങ്ങും? ഫലമൂലാദികൾ മാത്രം ആഹരിച്ച് അവരെങ്ങനെ ജീവിക്കും? ക്രൂര മൃഗങ്ങളിൽ നിന്ന് ആത്മരക്ഷ നേടുവാൻ അവർക്കാകുമോ? മാത്രമല്ല, കൊടുങ്കാറ്റിന്റെയും പ്രളയവർഷത്തിന്റെയും മരം കൊച്ചുന്ന തണുപ്പിന്റെയും കടന്നാക്രമണം അവരെങ്ങനെ അതിജീവിക്കും? 14 വർഷങ്ങൾക്ക് ശേഷം രാമൻ മടങ്ങി വരികയാണെങ്കിൽ പോലും ഭരതൻ ഒരിക്കലും സിംഹാസനം രാമന് വിട്ടുകൊടുക്കുവാൻ ഇടയില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഒരു കനിഷ്ഠ സഹോദരൻ അനുഭവിക്കുന്ന യാതൊന്നും രാമൻ സ്വീകരിക്കുവാനും പോകുന്നില്ല. അങ്ങയെപ്പോലെ ഒരു അധമനായ ഭർത്താവിനെ ലഭിച്ച ഞാൻ എത്ര ദുർഭാഗ്യവതിയാണ്. ഒരു സ്ത്രീക്ക് പ്രഥമ ആശ്രയം സ്വഭർത്താവാണ്. പക്ഷെ അങ്ങ് കൈകേയിയുടെ നിയന്ത്രണത്തിലായപ്പോൾ മുതൽ എനിക്ക് ആ ആശ്രയം നഷ്ടപ്പെട്ടു. 2ാമത്തെ ആശ്രയം മകനാണ്. എന്നാൽ രാമൻ നാട് കടത്തപ്പെട്ടതോടെ അതും നഷ്ടപ്പെട്ട ഞാൻ തികച്ചും അഭിശപ്തയായി തീർന്നിരിക്കുന്നു. ഏതാണ്ട് അബോധാവസ്ഥയിൽ നിലത്ത് കിടന്നിരുന്ന ദശരഥനെ ശ്രദ്ധിച്ചപ്പോൾ കൗസല്യയുടെ ഹൃദയം ഉരുകിപ്പോയി. കാരണം രാമന്റെ പിതാവായ ദശരഥനും എന്തുമാത്രം യാതന അനുഭവിക്കുന്നുണ്ടാകുമെന്ന വിണ്ടുവിചാരം അവൾക്ക് അന്നേരമുണ്ടായി.
ദശരഥന് ബോധം വീണ്ടുകിട്ടിയപ്പോൾ അവർ തമ്മിൽ രമ്യതയിലെത്തുകയും അനന്തരം പാരവശ്യത്താൽ ദശരഥൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ അല്പനേരത്തിനുള്ളിൽ അദ്ദേഹം പൊടുന്നനെ ഉണർന്നു. വിദൂര ഭൂതകാലത്തിലെന്നോ ചെയ്ത ഒരു പാപകൃത്യത്തെക്കുറിച്ചുള്ള സ്മരണയാണ് അദ്ദേഹത്തിനെ നിദ്രാരഹിതനാക്കിയത്. തന്റെ ഇപ്പോഴത്തെ ദുരിതങ്ങൾക്ക് കാരണം അത് തന്നെയാവണമെന്ന പൂർണ്ണബോധത്തോടെ അദ്ദേഹം ആ സംഭവം ഇപ്രകാരം വർണ്ണിച്ചു. യുവാവായിരുന്ന കാലത്ത് ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് അസ്ത്രമയച്ച് ലക്ഷ്യഭേദം നടത്തുവാനുള്ള വിദ്യ നാം സ്വായത്തമാക്കി. ഒരു നിശാവേളയിൽ സരയൂ നദീതീരത്ത് വേട്ടയാടിക്കൊണ്ടിരുന്ന നാം ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണ് കേട്ടതെന്ന് കരുതി ആ ദിശയിലേക്ക് ശരമെയ്തു. അടുത്ത വിനാഴികയിൽ നാം കേട്ടത് ഒരു മനുഷ്യന്റെ ആർത്തവിലാപമായിരുന്നു. കൂടെ ഒരു ചോദ്യവും. ഋഷികുമാരനും നിഷ്കളങ്കനുമായ എന്നെ ആരാണ് ഇത്ര ക്രൂരമായി അസ്ത്രമെയ്തത്, മാരകമായി മുറിവേൽപ്പിച്ചത്? വേഗേന നാം അവിടെ ചെന്നപ്പോൾ കണ്ടത് മുറിവേറ്റ് നിലത്ത് പിടയുന്ന ഒരു മുനികുമാരനെയായിരുന്നു. നമ്മെ കണ്ടതും ബാലൻ മൊഴിഞ്ഞു. വൃദ്ധരും അന്ധരുമായ എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ജലം കൊണ്ടു ചെല്ലുന്നതും കാത്ത് ആശ്രമത്തിലിരിക്കുകയാണ്. താങ്കൾ എന്നെ മാത്രമല്ല അവരെയും കൂടിയാണ് വധിച്ചത്. എന്തെന്നാൽ ഞാനില്ലാത്ത പക്ഷം അവർ ജീവിച്ചിരിക്കുകയില്ല. നിശ്ചയം അവിടെ പോയി താങ്കൾ എന്നെ വധിച്ചു എന്ന സത്യം ഏറ്റുപറയുക. പക്ഷേ അതിനു മുമ്പ് ഈ അസ്ത്രം വലിച്ചൂരിയാലും ഈ വേദന എനിക്ക് അസഹ്യമായിരിക്കുന്നു. ദശരഥൻ തുടർന്നു. അമ്പ് ഊരിയെടുക്കുന്നതോടൊപ്പം ആ ജീവനും ശരീരം വെടിയുമെന്നതിനാൽ നാം ശങ്കയോടെ നിന്നു. അന്നേരം ബാലൻ നമ്മെ ആശ്വസിപ്പിച്ചു. ബ്രഹ്മഹത്യാ പാപമുണ്ടാകുമെന്ന ഭയം വേണ്ട. കാരണം ഞാൻ വൈശ്യപിതാവിനും ശൂദ്രമാതാവിനും ജനിച്ച കുട്ടിയാണ്. ഇത് കേട്ട് നാം അസ്ത്രം വലിച്ചൂരിയതും തൽക്ഷണം തന്നെ ഋഷികുമാരന്റെ ജീവൻ വേർപെടുകയും ചെയ്തു. അനന്തരം അരികത്ത് കിടന്ന കുംഭത്തിൽ ജലം നിറച്ച് ഹൃദയവ്യതയോടെ ആശ്രമത്തിലേക്ക് നടന്നു കയറി. അവിടെ നാം അവശരും വൃദ്ധരും അന്ധരുമായ അച്ഛനമ്മമാരെ കണ്ടു. നമ്മുടെ പദനിസ്വനം കേട്ടപ്പോൾ സ്വപുത്രനാണെന്ന് കരുതി അവരെന്നോട് അതിവാത്സല്യത്തോടെ ഭാഷണം തുടങ്ങി. ഇത് നമ്മെ കൂടുതൽ വിവശനാക്കി. എങ്കിലും എങ്ങനെയോ ധൈര്യം സംഭരിച്ച് അവരുടെ പുത്രനെ നാം അബദ്ധവശാൽ കൊന്നുപോയി എന്നറിയിച്ചു. വൃദ്ധൻ പറഞ്ഞു, കുറ്റസമ്മതം സ്വമനസാലെ നടത്തിയ നിന്നെ ഞാൻ ശപിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്താൽ ഈ നിമിഷത്തിൽ തന്നെ നീ മരണപ്പെടും. എന്റെ മകന്റെ ശവശരീരം കിടക്കുന്നിടത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക. അവിടെ എത്തിയപ്പോൾ വൃദ്ധരും അന്ധരുമായ ആ ദമ്പതികൾ സ്വപുത്രന്റെ ശവശരീരം ആസകലം തലോടുകയും ദയനീയമായി വിലപിക്കുകയും ചെയ്തു. അനന്തരം മകന്റെ ആത്മാവിന്റെ ക്ഷേമത്തിനായി അവർ ഉദകക്രിയ ചെയ്തു. അന്നേരം ഇന്ദ്രൻ തന്റെ രഥത്തിൽ അവിടെ വന്നിറങ്ങി. വൃദ്ധ ദമ്പതികൾക്കും മകനെ പോലെ സ്വർഗലബ്ധി കണിശമായും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ ശേഷം ഇന്ദ്രൻ ആ ബാലനെ ദിവ്യ തേജസ്സായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് വൃദ്ധമുനി നമ്മെ ശപിച്ചത്. ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പുത്രദുഃഖം നീയും നിന്റെ മകനിൽ നിന്ന് വേർപെട്ട് അനുഭവിക്കും. അനന്തരം മകന്റെ ചിതയിലേക്ക് ചാടി അവർ ദേഹപരിത്യാഗം ചെയ്തു. അങ്ങനെ അവരും സ്വർഗത്തിലേക്ക് ഉയർന്നുപോയി. പ്രിയ കൗസല്യേ, നാം അന്ന് ചെയ്ത പാപത്തിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. നാം ഇതാ ഹൃദയം തകർന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണ വറ്റിയ വിളക്കിലെ തിരി എന്നതുപോൽ നമ്മുടെ ബോധം അല്പാൽപമായി നശിക്കുന്നത് നാം മനസ്സിലാക്കുന്നു. അധികം താമസിയാതെ മരണം നമ്മെ ഗ്രസിക്കും. അല്ലയോ റാണി, ദുഃഖാധിക്യത്താൽ നമ്മുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ നമ്മെ തലോടിക്കൊണ്ടിരിക്കുക. അങ്ങനെ നാം നിന്റെ സാന്നിധ്യം അറിഞ്ഞ് ആശ്വസിക്കട്ടെ. രാമന്റെ പൂർണ്ണരൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചതുകൊണ്ട് അദ്ദേഹം പിന്നെയും ഏറെ നേരം കണ്ണുനീർ വാർത്തു. അർദ്ധരാത്രി കഴിഞ്ഞതോടെ ദശരഥ മഹാരാജാവ് ഇഹലോകവാസം വെടിഞ്ഞു. അടുത്ത പുലർച്ചയ്ക്ക് പതിവനുസരിച്ച് സ്തുതിപാഠകർ പള്ളിയുണർത്തുവാൻ വന്നു. ഭൃത്യന്മാരെല്ലാം കൂപ്പുകൈകളോടെ അണിനിരന്നു, രാജാവിന്റെ ആജ്ഞയ്ക്ക് കാതോർത്തുകൊണ്ട്. അല്പനേരം കാത്തുനിന്ന ശേഷം ഗായകരിൽ ചിലർ അകത്തു കടന്നപ്പോഴാണ് മുറിക്കുള്ളിൽ രാജാവിന്റെ ചലനമറ്റ ശരീരം കണ്ടത്. അവർ സംഭീതരായി നിലവിളിച്ചു. കൗസല്യയും സുമിത്രയും അത് കേട്ടുണർന്നു. ഭർത്താവിന്റെ ദേഹവിയോഗമറിഞ്ഞതും അവർ നിലത്തു വീണുരുണ്ട് നിലവിളിച്ചു. ഈ ശബ്ദ കോലാഹലങ്ങളെല്ലാം കേട്ട് കൈകേയിയും മറ്റ് സ്ത്രീകളും അവിടേക്ക് ഓടി വന്നു. അങ്ങനെ വിലാപങ്ങൾക്ക് ശക്തിയേറി വന്നു. പ്രാണനാഥന്റെ ശിരസ് തലോടിക്കൊണ്ടിരുന്ന കൗസല്യ കൈകേയിയോട് ഇങ്ങനെ പറഞ്ഞു: അദ്ദേഹത്തെ അനുഗമിക്കുവാനായി ഞാൻ സതി അനുഷ്ഠിക്കും. നിന്നെപ്പോലൊരു അധമ സ്ത്രീക്കു മാത്രമേ ഭർത്തൃവിയോഗത്തിന് ശേഷവും സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അന്നേരം ചില മന്ത്രിമാർ വന്ന് കൗസല്യയെ അനുനയിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി.
പുത്രസാന്നിധ്യമില്ലാതെ മരണാനന്തര ചടങ്ങുകൾ നിഷിദ്ധമായതിനാൽ അവർ ദശരഥന്റെ മൃതശരീരത്തെ എണ്ണത്തോണിയിൽ കിടത്തി പരിരക്ഷിച്ചു. ഭൂപാലനെ നഷ്ടപ്പെട്ട അയോധ്യ ദുഃഖാന്തകാരത്തിൽ നിമഗ്നമായി. നിദ്രാവിഹീനരായി പുരവാസികൾ തെരുവുകളിൽ കൂട്ടം കൂടി നിന്ന് കൈകേയിയെ വേണ്ടുവോളം പഴിച്ച് അവരുടെ സന്താപത്തിന് അല്പം ആശ്വാസം നൽകി. അടുത്ത പ്രഭാതത്തിൽ എല്ലാ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും രാജകൊട്ടാരത്തിൽ ഒന്നുകൂടി രാജാവിന്റെ ഒരു സുതനെ ആ ദിനം തന്നെ സിംഹാസനാരോഹണം ചെയ്യിക്കണമെന്ന് പുരോഹിതന്മാരോട് നിർബന്ധപൂർവം നിഷ്കർഷിച്ചു. ഋഷിവര്യന്മാരായ വസിഷ്ഠൻ, വാമദേവൻ, മാർക്കണ്ഡേയൻ, ഗൗതമൻ, കശ്യപൻ എന്നിവരെ അഭിസംബോധന ചെയ്ത് ദ്വിജന്മാർ അരാജകത്വം സൃഷ്ടിക്കുന്ന ആപത്തുകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. രാജാവില്ലാത്ത ഒരു സാമ്രാജ്യം അഭിശപ്തമാകും. എല്ലാവിധ ദുർമാർഗികളും കൊള്ളക്കാരും ഈ അവസരത്തെ മുതലാക്കിക്കൊണ്ട് അക്രമങ്ങൾ അഴിച്ചുവിടും. രാജാവില്ലാത്ത സാമ്രാജ്യത്തിൽ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടും. പുത്രന്മാർ പിതാവിനെ ധിക്കരിക്കും. മതപരമായ ചടങ്ങുകൾ തീർത്തും ലോപിച്ച് അന്യോന്യം ചൂഷണം ചെയ്യുന്നതിൽ മാത്രമാകും മനുഷ്യന്റെ ശ്രദ്ധ. ഋഷിമാരുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: നിങ്ങൾ പറയുന്നത് പരമസത്യമത്രേ. കാരണം രാജാവാണ് നന്മയുടെയും തിന്മയുടെയും ഇടയ്ക്ക് ഒരു അതിർവരമ്പ് സൃഷ്ടിക്കുന്നത്. നല്ലൊരു ഭൂപതിയില്ലാത്ത രാജ്യത്തെ ജനങ്ങൾ മേയ്ക്കുവാൻ ഇടയനില്ലാത്ത നാൽക്കാലികളെ പോലെയത്രേ. അനന്തരം വസിഷ്ഠൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഭരതനാവണം അനന്തരാവകാശിയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് സിംഹാസനാരോഹണം എത്രയും പെട്ടെന്ന് നടത്തണം. ദൂതന്മാരെ അതിശീഘ്രം കേകയ തലസ്ഥാനമായ ഗിരിവ്രജത്തിലേക്ക് അയച്ച് ഭരതശത്രുഘ്നന്മാരെ അയോധ്യയിലേക്ക് വരുത്തുക. എല്ലാ ബ്രാഹ്മണരും മന്ത്രിമാരും അതിനോട് യോജിച്ചു. ഭരത, അയോധ്യയിൽ അങ്ങയുടെ സാന്നിധ്യം അനിവാര്യമായിരിക്കുന്നു എന്ന സന്ദേശത്തോടെ അപ്പോൾ തന്നെ ദൂതന്മാർ അയക്കപ്പെട്ടു. ദൂതന്മാർ ആ നഗരത്തിൽ പ്രവേശിച്ച രാത്രി ഭരതന് ദുസ്വപ്നങ്ങളുടെ കാളരാത്രിയായിരുന്നു. വിഷാദവിവശനായി ഉണർന്നെഴുന്നേറ്റ ഭരതനോട് ശത്രുഘ്നൻ കാരണമാരാഞ്ഞപ്പോൾ ഭരതൻ ആ സ്വപ്നങ്ങളെക്കുറിച്ച് വിവരിച്ചു. ഇന്നലെ രാത്രി എന്റെ സ്വപ്നത്തിൽ പാറിപ്പറന്ന തലമുടിയോടെ അത്യന്തം ദുഃഖിതനായി അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് മലമുകളിൽ നിന്നിരുന്ന അദ്ദേഹം അങ്ങ് താഴെയുള്ള ചാണകക്കുഴിയിൽ പതിച്ചു. ആ കുഴിയിൽ കിടന്ന് കൈകാലിട്ടടിച്ച് പിണഞ്ഞ അച്ഛൻ പിന്നീട് സ്വന്തം കൈക്കുമ്പിളിൽ നിന്ന് എണ്ണ കുടിക്കുകയും ഭ്രാന്തനെപ്പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ദേഹമാസകലം എണ്ണ വാരിത്തേച്ച് ആ എണ്ണയിൽ തന്നെ പാകം ചെയ്ത അന്നം അദ്ദേഹം ഭക്ഷിക്കുവാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ രംഗം മാറി. സാഗരം വറ്റിയതായും ചന്ദ്രൻ ഭൂമിയിലേക്ക് പതിച്ചതായും ഞാൻ കണ്ടു. ഇരുളടഞ്ഞ ഭൂതലത്തിൽ അലഞ്ഞു തിരിയുന്ന രാക്ഷസന്മാരെയും അഗ്നിയും ലാവയും പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെയും ഞാൻ കണ്ടു. ഈ രംഗവും അപ്രത്യക്ഷമായി. പിന്നെ ഞാൻ കണ്ടത് എന്റെ അച്ഛന്റെ കൊമ്പനാനകൾ ദന്തങ്ങൾ ഒടിഞ്ഞു നിൽക്കുന്നതാണ്. ശ്യാമവർണ്ണമുള്ള യുവതികൾ എന്റെ അച്ഛനെ ശല്യം ചെയ്യുന്നു. അച്ഛനാണെങ്കിൽ ദേഹമാസകലം രക്തചന്ദനം പൂശി കറുത്ത വസ്ത്രം ധരിച്ച് ചുവന്ന പുഷ്പഹാരങ്ങൾ അണിഞ്ഞ് ഇരുമ്പുകൊണ്ടുള്ള ഒരു സിംഹാസനത്തിലിരിക്കുന്നു. അവസാനത്തെ കാഴ്ച കഴുതകൾ അതിവേഗം വലിക്കുന്ന രഥത്തിലിരുന്ന് തെക്കോട്ടു പോകുന്ന അച്ഛനെയാണ്. ഈ ഘോര സ്വപ്നം കണ്ടതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് സ്പഷ്ടമായി. എന്റെ അച്ഛനോ ഞാനോ എന്റെ ഒരു സഹോദരനോ മൃതിയടയുവാൻ സർവ്വസാധ്യതയുമുണ്ട്. അകാരണമായ ഒരു ഭീതി എന്റെ ഹൃദയത്തെ സദാ മഥിക്കുന്നു. എന്റെ സ്വരം കർക്കശവും എന്റെ വർണ്ണം വിളറിയതുമായിരിക്കുന്നു. എന്റെ മനസ്സ് ഒരിടത്തും ഉറയ്ക്കുന്നില്ല. ലജ്ജയും വെറുപ്പും ഒരു കാരണവും കൂടാതെ എന്നെ കീഴ്പ്പെടുത്തുന്നു. ചിന്തിക്കും തോറും എനിക്ക് ദൃഢതയേറി വരുന്നു. ഈ സ്വപ്നങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെയാണ്. ഭരതൻ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കവേ അയോധ്യാദൂതന്മാർ അറയ്ക്കുള്ളിലേക്ക് വന്നു. മഹാരാജാവ് അശ്വപതിയെയും ഭരതനെയും നമസ്കരിച്ച ശേഷം അവർ ദൂതറിയിച്ചു: അല്ലയോ രാജകുമാര, വസിഷ്ഠമുനി, മന്ത്രിമാർ ആദിയായവർ താങ്കളോട് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോരണമെന്ന് ആവശ്യപ്പെടുന്നു. അയോധ്യയിൽ അങ്ങയുടെ സാന്നിധ്യം അനിവാര്യമായ ഒരു സന്ദർഭം സമാഗതമായിരിക്കുന്നു. ഭരതൻ തന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവരെക്കുറിച്ച് അത്യാകാംക്ഷയോടെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ദൂതന്മാർ അവർക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് എല്ലാവരും സൗഖ്യമാണ് എന്നറിയിച്ചു. ഭരതൻ അപ്പോൾ തന്നെ യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ തുടങ്ങി. അശ്വപതി രാജാവ് വളരെയധികം അമൂല്യ വസ്തുക്കൾ സമ്മാനമായി നൽകി. ഭരതന് പക്ഷേ അവയിലൊന്നും ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. വസിഷ്ഠ മുനിയുടെ സന്ദേശത്തിലെ തിടുക്കവും ദുസ്വപ്നങ്ങളും സമ്മാനിച്ച ഉൾക്കാഴ്ചകളും ഭരതനെ വല്ലാതെ കീഴടക്കി. യാത്രയുടെ 7-ാം ദിനത്തിലാണവർ അയോധ്യയുടെ അതിർത്തിയിലെത്തിയത്.
വളരെ ദൂരെ നിന്ന് തന്നെ ആ നഗരത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കാമായിരുന്നു. സർവരും ശോകമൂകരായി നിലകൊള്ളുന്നതാണ് ഭരതൻ കണ്ടത്. ആരും തന്നെ സ്വന്തം കടമകൾ നിർവഹിക്കാതിരുന്നതിനാൽ നഗരത്തിന്റെ അവസ്ഥ അത്യന്തം ശോചനീയമായിരുന്നു. അവഗണനയുടെയും വൃത്തിഹീനതയുടെയും കാഴ്ചകളാണ് എങ്ങും ഭരതനെ വരവേറ്റത്. വർദ്ധിച്ച ഭയത്തോടെ ഭരതൻ ആദ്യം കയറി ചെന്നത് പിതാവിന്റെ കൊട്ടാരക്കെട്ടിലേക്കായിരുന്നു. അറയിൽ അച്ഛനെ കാണാത്തതിനാൽ ഭരതൻ ധൃതിയിൽ അമ്മയുടെ വസതിയിലെത്തി. മകനെ പിരിഞ്ഞിരുന്ന കൈകേയി ഭരതനെ കണ്ടതും അത്യാഹ്ലാദത്തോടെ ചാടിയെഴുന്നേറ്റു. കാൽ തൊട്ടു വന്ദിച്ച ഭരതനെ എഴുന്നേൽപ്പിച്ച് സ്വന്തം മടിയിൽ വാത്സല്യത്തോടെ ഇരുത്തി കൈകേയി. അമ്മയുടെ അന്വേഷണങ്ങൾക്കുത്തരമായി ഭരതൻ പറഞ്ഞു അമ്മയുടെ അച്ഛൻ സൗഖ്യമായിട്ടിരിക്കുന്നുവെന്ന്. അതിനുശേഷം ഭരതൻ ചോദിച്ചു, എന്റെ അച്ഛൻ എങ്ങനെയിരിക്കുന്നു? അച്ഛന്റെ മുറിയിൽ അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. വളരെ ശാന്തതയോടെ കൈകേയി പറഞ്ഞു, പ്രിയ വത്സ, നിന്റെ പിതാവ് ദിവംഗതനായിരിക്കുന്നു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഭരതൻ നിലത്തു വീണു. കൈകേയി അവനെ വാരിയണച്ചു നിർത്തി. മകനെ, നീ ഇങ്ങനെ വിഭ്രാന്തിക്കടിമയാകരുത്. വിദ്യാസമ്പന്നനായ ഒരുവൻ ഏതവസ്ഥയിലും മനോനിയന്ത്രണം കൈവെടിയരുത്. കണ്ണീരോടെ ഭരതൻ അന്വേഷിച്ചു, എന്റെ പിതാവ് എങ്ങനെയാണ് മരിച്ചത്? അദ്ദേഹം എനിക്കായി എന്തെങ്കിലും സന്ദേശം തന്നുവോ? അമ്മേ, വേഗം ദൂതനെ അയച്ച് രാമൻ ജ്യേഷ്ഠനെ എന്റെ ആഗമന വിവരം അറിയിക്കുക. ഒരു ശുഭവാർത്ത അറിയിക്കുന്ന ലാഘവത്തോടെ കൈകേയി മറുപടി പറഞ്ഞു. സീതാലക്ഷ്മണന്മാരാൽ അനുധാവനം ചെയ്യപ്പെട്ട രാമൻ മരവുരി അണിഞ്ഞ് വനവാസത്തിന് പോയിരിക്കുകയാണ്. നാടുകടത്തപ്പെട്ട ഓമനപുത്രനെ പിരിഞ്ഞു ജീവിക്കുക നിന്റെ അച്ഛന് അസഹ്യമായതിനാൽ അദ്ദേഹം സീത, രാമ, ലക്ഷ്മണ എന്ന് തുടരെ വിളിച്ച് മരണത്തെ പുൽകുകയാണ് ചെയ്തത്. ഭരതൻ ആരാഞ്ഞു, രാമനെ എന്തിനാണ് നാടുകടത്തിയത്? അത്രയ്ക്ക് ഭയങ്കരമായ എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തത്? അറിയാതെ എന്തെങ്കിലും ബ്രാഹ്മണനെ കൊല്ലുകയോ വസ്തുവകകൾ അപഹരിക്കുകയോ ഉണ്ടായോ? തന്റെ ചെയ്തികളെല്ലാം സ്വന്തം സാമർത്ഥ്യത്തിന് ദൃഷ്ടാന്തങ്ങളാണെന്നായിരുന്നു കൈകേയി വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തെല്ലും ലജ്ജയോ ഭയമോ കൂടാതെ സംഭവിച്ചതെല്ലാം വിശദമായി തന്നെ അവൾ ഭരതനെ ധരിപ്പിച്ചു. നിന്റെ അസാന്നിധ്യത്തിൽ വളരെ തിടുക്കത്തിൽ ദശരഥ മഹാരാജാവ് പ്രഖ്യാപിച്ചു, അടുത്ത ദിനത്തിൽ തന്നെ രാമനെ സിംഹാസനാരോഹണം ചെയ്യിക്കുകയാണെന്ന്. കൗസല്യയുടെയും കൗസല്യപുത്രന്റെയും അധീശത്വത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ഞാനൊരു ഉപായം അവലംബിച്ചു. പണ്ടൊരിക്കൽ അദ്ദേഹത്തിന്റെ ജീവൻ കാത്തുരക്ഷിച്ചപ്പോൾ പാരിതോഷികമായി അന്ന് തന്ന 2 വരങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രയോജനപ്പെടുത്തി. അതിൽ ഒരു വരം നിന്നെ രാജാവാക്കാനും രണ്ടാമത്തെ വരം രാമനെ 14 വർഷത്തേക്ക് നാടുകടത്തുവാനും ഞാൻ ഉപയോഗിച്ചു. ദശരഥന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ രാമനായിരുന്നുവല്ലോ. അത് കാരണം രാമവിരഹത്താൽ ഹൃദയം തകർന്ന് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. എന്റെ ഓമന മകനെ, അച്ഛന്റെ മരണാനന്തര ക്രിയകൾ ചെയ്തു തീർന്ന ഉടൻ ഈ ദിനത്തിൽ തന്നെ നീ സിംഹാസനസ്ഥനാവണം. ദുഃഖം വെടിഞ്ഞ് ധൈര്യം സംഭരിക്കൂ. സത്യങ്ങളെല്ലാം അറിവായപ്പോൾ ഭരതൻ വർദ്ധിച്ച ക്രോധത്തോടെ സ്വമാതാവിനെ ഭർത്സിക്കുവാൻ തുടങ്ങി. നീച സ്ത്രീയെ, ഈ ഭൂലോകത്തിന്റെ സർവനാശത്തിനായിക്കൊണ്ട് ജന്മമെടുത്ത കാളിയാണ് നീ. എന്റെ അച്ഛനെ നീ വധിച്ചു. എന്റെ ജീവനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠനെ നീ നാടുകടത്തി. ഈ സിംഹാസനം നീ വെച്ച് നീട്ടുമ്പോൾ സാമോദം ഞാൻ അത് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ദുഷിച്ചതാണോ നിന്റെ ഹൃദയം? എന്റെ ആജന്മ ശത്രുവാണ് നീ. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊക്കെയുമായി നരകപ്രവേശം ചെയ്യേണ്ടി വരുന്നവളാണ് നീ. പാപിയായ സ്ത്രീയെ, നിന്റെ മോഹം ഞാൻ സാധിച്ചു തരുമെന്ന് സ്വപ്നേന പോലും കരുതേണ്ട. എത്രയും ശീഘ്രം ഞാൻ വനത്തിൽ പോയി ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തി ആജീവനാന്തം അദ്ദേഹത്തിന്റെ പരിചാരകനായി വാഴും. കാരണം അതാണ് എന്റെ അവകാശപ്പെട്ട സ്ഥാനവും എന്റെ പരമോന്നത ലക്ഷ്യവും. കഠിന ഹൃദയെ, ഒരേയൊരു പുത്രനെ നഷ്ടപ്പെട്ട കൗസല്യയുടെ ദുഃഖം നിനക്ക് എന്താണ് മനസ്സിലാകാതെ പോയത്? അധമ സ്ത്രീയെ, രാമനെ ഞാൻ മടക്കിക്കൊണ്ടുവരുമെന്ന് മാത്രമല്ല, രാമനും എന്റെ അച്ഛനും സത്യഭ്രംശം വരിക്കാതിരിക്കുവാൻ രാമനു വേണ്ടി ഞാൻ 14 വർഷം വനവാസം അനുഷ്ഠിക്കുന്നതുമായിരിക്കും. ആളിക്കത്തുന്ന ക്രോധം നിമിത്തം ഭരതൻ ഒരു സർപ്പത്തെ പോലെ ചീറ്റുവാൻ തുടങ്ങി. എങ്കിലും താങ്ങാനാവാത്ത വ്യഥയാലും വികാര വിക്ഷുബ്ധതയാലും അവൻ ബോധമറ്റ് നിലത്തു വീണു. വളരെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബോധം വീണ്ടും കിട്ടിയ ഭരതൻ തന്നെ വലയം ചെയ്തു നിന്ന മന്ത്രിമാരോട് ഇവണ്ണം പറഞ്ഞു. രാമന്റെ സേവകനായി മാത്രം എന്നെ കരുതുന്ന ഞാൻ ഒരിക്കലും ചക്രവർത്തി പദം മോഹിക്കുകയില്ല. വളരെ ദൂരെ വസിച്ചിരുന്നതിനാൽ അമ്മയുടെ ഗൂഢതന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. ദയവ് ചെയ്ത് എന്നെ വിശ്വസിച്ചാലും.
രാമന്റെ നാടുകടത്തലുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. കൈകേയിയുടെ മോഹങ്ങളൊന്നും തന്നെ എന്റെ മോഹങ്ങളല്ല, ഒരിക്കലും. താൻ പണിപ്പെട്ടു നേടിയ ഭാഗ്യങ്ങളുടെ നേർക്ക് ഭരതൻ കാണിച്ച അവഗണന കൈകേയിയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞു. മോഹങ്ങൾ തകർന്നു തരിപ്പണമായി സംഭവങ്ങളുടെ ദിശ പാടെ മാറിപ്പോയത് കണ്ട് അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി വീണു. ഭരതന്റെ ആഗമനത്തെക്കുറിച്ചറിഞ്ഞ കൗസല്യ ഭരതനെ കാണാൻ പുറപ്പെട്ടു. അതേസമയം കൗസല്യയെ കാണുവാൻ ഭരതശത്രുഘ്നന്മാർ ആ ദിക്കിലേക്ക് പോവുകയായിരുന്നു. പാതി വഴിയിൽ ബോധം കെട്ട് കിടക്കുന്ന കൗസല്യയെയാണ് ഭരതശത്രുഘ്നന്മാർ കണ്ടത്. കൗസല്യയെ തറയിൽ നിന്നുയർത്തി ആലിംഗനം ചെയ്തപ്പോൾ മെല്ലെ മിഴി തുറന്ന കൗസല്യ ഭരതനോട് പരിഹാസരൂപേണ പറഞ്ഞു: സാമ്രാജ്യം അനുഭവിച്ചാസ്വദിക്കാൻ വന്നിരിക്കുകയാണ് നീ, അല്ലേ? നീ എന്നും മോഹിച്ചിരുന്ന സാമ്രാജ്യം. കാര്യങ്ങളെല്ലാം ആശിച്ച പോലെ ഭംഗിയായി ഒത്തുവന്നതിൽ അത്യാഹ്ലാദവാനായിരിക്കും നീ. കാലുഷ്യം നിറഞ്ഞ ഈ വാക്കുകൾ കേട്ടതും ഭരതൻ അല്പനേരം മനോവേദനയാൽ നിശബ്ദനായി നിന്നുപോയി. മനസ്സാന്നിധ്യം വീണ്ടെടുത്ത് കൗസല്യയുടെ പാദനമസ്കാരം ചെയ്തതിനു ശേഷം ഭരതൻ പ്രതികരിച്ചു: പ്രിയ മാതാവേ, രാമന്റെ നാടുകടത്തലുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. കൈകേയിയുടെ ഗൂഢാലോചനയെക്കുറിച്ച് എനിക്ക് രൂപമേതുമുണ്ടായിരുന്നില്ല. രാമനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അച്ഛന്റെ മരണവും രാമന്റെ നാടുകടത്തലും എന്നെ എന്തുമാത്രം ദുഃഖിതനായിരിക്കുന്നുവെന്ന് അമ്മ കാണുന്നില്ലേ? അമ്മയെ ബോധ്യപ്പെടുത്തുന്നതിനായി മാത്രം ഞാൻ ഈ പ്രതിജ്ഞാവാതകം അത്യന്തം ഭക്തിയോടെ ഉരുവിടുന്നു. രാമനെ നാടുകടത്തുക എന്ന നീചപ്രവൃത്തിയിൽ കൈകേയിക്ക് സഹായിയായി നിന്നതാരായാലും അവനിൽ രാജഹത്യ, ഗോഹത്യ, സ്ത്രീഹത്യ, ശിശുഹത്യ, വൃദ്ധഹത്യ എന്നീ പാപബലങ്ങൾ പതിക്കട്ടെ. സത്തുക്കൾ അവനെ തീർത്തും അവഗണിക്കട്ടെ. സന്താന ഭാഗ്യമില്ലാത്തവനാകട്ടെ. തീവയ്പുകാരൻ, സുഹൃത്തിനെ ചതിക്കുന്നവൻ, അന്യായം വിധിക്കുന്ന മധ്യസ്ഥൻ എന്നിവർക്ക് ലഭിക്കുന്ന അതേ ശിക്ഷ അവന് ലഭിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട അമ്മേ, രാമൻ ജ്യേഷ്ഠനാണ് എന്റെ ജീവനും ജീവിതവും. അദ്ദേഹത്തിന്റെ പാദസേവയ്ക്ക് സമർപ്പിക്കുവാൻ മാത്രമുള്ളതാണ് എന്റെ ഈ ജന്മം. ഇതെല്ലാം കേൾക്കവേ ഭരതനെക്കുറിച്ച് കൗസല്യക്കുണ്ടായിരുന്ന സംശയങ്ങൾ പാടെ മാഞ്ഞുപോയി. കൗസല്യ അവനെ എഴുന്നേൽപ്പിച്ച് മടിയിൽ അവന്റെ ശിരസ് ചേർത്തുപിടിച്ച് തലോടുകയും രാമനെയോർത്ത് ഉച്ചത്തിൽ വിലപിക്കുകയും ചെയ്തു. രണ്ടാനമ്മയുടെ ദീനവിലാപം ഭരതന്റെ സന്താപത്തെ അധികരിപ്പിച്ചു. അവർ രണ്ടുപേരും പരസ്പരം സാന്ത്വനമേക്കി ആ നിശാവേള തള്ളി നീക്കി. അടുത്ത പ്രഭാതത്തിൽ അവിടെ എത്തിയ വസിഷ്ഠമുനി ദശരഥന്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കുന്നതിന് ഭരതനെ പ്രാപ്തനാക്കിയെടുത്തു. എണ്ണത്തോണിയിൽ നിന്ന് പുറത്തെടുത്ത ശരീരം മനോഹരമായി അലങ്കരിച്ച് പല്ലക്കിൽ കിടത്തി. പക്ഷേ അച്ഛന്റെ ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ ഭരതൻ വീണ്ടും വിവശനായി. തേങ്ങിക്കരഞ്ഞുകൊണ്ട് അച്ഛന്റെ മൃതദേഹത്തിനോട് പലതും പുലമ്പുവാൻ ആരംഭിച്ചു. വീണ്ടും വസിഷ്ഠന് ഭരതനോട് ശാന്തനായി ശവസംസ്കാര ചടങ്ങുകൾ യഥാവിധി പൂർത്തിയാക്കുവാൻ ഉപദേശിക്കേണ്ടതായി വന്നു. പുഷ്പങ്ങൾ വിതറിയ വഴിയെ വൻ ജനാവലിയുടെ അകമ്പടിയോടെ മൃതശരീരം കിടത്തിയ പല്ലക്ക് മുന്നോട്ടു നീങ്ങി. ചിതയൊരുക്കിയത് ചന്ദനം, അകിൽ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ കൊണ്ടായിരുന്നു. ബ്രാഹ്മണർ സാമവേദ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കവേ മൃതദേഹം ചിതയിൽ വെച്ച് തീ കൊളുത്തി. അവരവരുടെ സ്ഥാനമാനങ്ങൾക്ക് യോജിച്ച രീതിയിൽ രാജാവിന്റെ എല്ലാ ഭാര്യമാരും രഥങ്ങളിലും പല്ലക്കുകളിലും മറ്റുമായി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. തൽഫലമായി നൂറുകണക്കിന് മഹിളമാരുടെ ആർത്തരോദനം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. അഗ്നിനാളങ്ങൾ ദശരഥ ശരീരത്തെ സ്വന്തമാക്കിയ ശേഷം ഏവരും സരയൂ നദിക്കരയിലേക്ക് പോയി തീർത്ഥജലം കൊണ്ട് ഉദകക്രിയ ചെയ്തു. 10 ദിവസത്തെ പുല കഴിഞ്ഞ് ശുദ്ധനായതിനു ശേഷം ഭരതൻ 12-ാം ദിവസം ചില പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അനന്തരം ദ്വിജന്മാർക്ക് ഉദാരമായ ദാനധർമ്മങ്ങളും നടത്തി. 13-ാം നാൾ പുലർച്ചെ സരയൂ നദിയിൽ നിമഗ്നം ചെയ്യേണ്ടതായ ചിതാഭസ്മം ശേഖരിക്കുവാനായിക്കൊണ്ട് ചിതയ്ക്കരികിലെത്തിയ ഭരതശത്രുഘ്നന്മാർ വീണ്ടും വർദ്ധിച്ച താപത്തിനടിമകളായി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നിലത്തു വീണു. വേദനയിൽ പിടഞ്ഞുരുളുന്ന വേളയിലും അവർ ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ച ചോദ്യം, പ്രിയപ്പെട്ട അച്ഛ, ഞങ്ങളെ ഉപേക്ഷിച്ച് അങ്ങ് എവിടെ പോയി മറഞ്ഞു എന്നായിരുന്നു. വസിഷ്ഠമുനി ഭരതനെ എഴുന്നേൽപ്പിച്ച് ഇപ്രകാരം ഉപദേശിച്ചു: പ്രിയ രാജകുമാര, ക്രിയകൾ ഇനിയും നിർവഹിക്കേണ്ടതുണ്ട്. ആയതിനാൽ അങ്ങ് സംയമനം പാലിക്കുക തന്നെ വേണം. ആദ്യമായി അച്ഛന്റെ ചിതയിൽ നിന്ന് അസ്ഥികളും ഭസ്മവും ശേഖരിക്കുക. ഭൂമിശുദ്ധി വരുത്തിയ ശേഷം അവ സരയൂ നദിയിൽ ഒഴുക്കണം. ജീവിതത്തിലെ അവിഭാജ്യ ജോഡികളായ ജനന, മരണം, സുഖദുഃഖം, ലാഭനഷ്ടം എന്നിവ ആർക്കും പ്രതിരോധിക്കാവുന്നവയല്ല എന്നറിയുന്ന താങ്കൾ എന്തിനാണ് ഇപ്രകാരം വ്യസനിക്കുന്നത്? മാത്രമല്ല, ഇത്തരത്തിലുള്ള വ്യസന പ്രകടനങ്ങൾ ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച അങ്ങേക്ക് യോജിച്ചതുമല്ല.
ഇതേപോലെ ശത്രുഘ്നനെയും ആശ്വസിപ്പിച്ചു വസിഷ്ഠൻ. കർമ്മനിർവഹണത്തിന് ശേഷം കൊട്ടാരത്തിലെത്തിയ നിമിഷം തന്നെ ഭരതൻ വനത്തിലേക്ക് പോയി രാമനെ മടക്കിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ശത്രുഘ്നൻ ചിന്തിച്ചു, ഏവർക്കും അത്യന്തം പ്രിയങ്കരനായിരുന്നിട്ടും രാമനെ നാടുകടത്തുവാൻ ദുഷ്ടയും സ്വാർത്ഥമതിയുമായ ഒരു സ്ത്രീക്ക് സാധിച്ചു. പക്ഷേ എന്റെ സഹോദരൻ ലക്ഷ്മണനാണ് ഇക്കാര്യത്തിൽ കൈകേയിയേക്കാൾ വലിയ അപരാധി. ഈ മഹാദുരന്തം ഒഴിവാക്കുവാൻ അവൻ എന്തേ ഒന്നും ചെയ്തില്ല? തദവസരത്തിൽ കൂനിയായ ദാസി മന്ദര അവിടേക്ക് വന്നു. ഒരു മർക്കടത്തെ പോലെ വിരൂപിയായിരുന്നുവെങ്കിലും ദേഹമാസകലം ചന്ദനലേപം പുരട്ടി വിലയേറിയ ആടയാഭരണങ്ങൾ അറിഞ്ഞായിരുന്നു അവൾ വന്നിരുന്നത്. രാമന്റെ ദുർവിധിക്കു പിന്നിലെ യഥാർത്ഥ കുറ്റവാളി അവളാണെന്നറിഞ്ഞ ദ്വാരപാലകൻ അവളെ പിടികൂടി വലിച്ചിഴച്ച് ശത്രുഘ്നന്റെ മുന്നിലിട്ടു. ഇതാ രാമനെ നാടുകടത്തുവാൻ കൈകേയിയെ പ്രേരിപ്പിച്ച ദുർമന്ത്രവാദി. കൈകേയിയുടെ ഹൃദയത്തിൽ അസൂയാഗ്നി ആളിക്കത്തിച്ചത് ഇവളാണ്. അവിടുത്തെ പിതാവിന്റെ കൊലപാതകി. ഇവൾക്ക് അർഹമായ ശിക്ഷ നൽകിയാലും. ശത്രുഘ്നൻ മന്ധരയെ പ്രതികാര വാഞ്ചയോടെ കടന്നു പിടിച്ച് തറയിൽ വലിച്ചിഴയ്ക്കുവാൻ തുടങ്ങി. ആഭരണങ്ങളെല്ലാം പൊട്ടി അവിടെയെല്ലാം ചിന്നിച്ചിതറിയത് കണ്ട് അവളുടെ ദാസിമാരെല്ലാം ഭയന്ന് ഓടിയൊളിച്ചു. ശത്രുഘ്നൻ ആക്രോശിച്ചു, ഇത്രയും നാൾ ഞാൻ അടക്കി വെച്ചിരുന്ന എന്റെ ക്രോധമത്രയും സ്വതന്ത്രമാക്കി മന്ദരയെയും കൈകേയിയെയും അവർ മറ്റുള്ളവർക്ക് നൽകിയ കൊടിയ ദുഃഖം ഞാൻ എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ പോവുകയാണ്. ഭയന്ന് വിറച്ച കൈകേയി അഭയത്തിനായി ഭരതന്റെ അരികിൽ ഓടി വന്നപ്പോൾ ഭരതൻ തന്റെ കനിഷ്ഠ സഹോദരനെ ഇവണ്ണം ഉപദേശിച്ചു. ഏതു പരിതസ്ഥിതിയിലും സ്ത്രീ ഹനിക്കപ്പെടുക നിഷിദ്ധമാണ്. രാമൻ എനിക്ക് ഒരിക്കലും മാപ്പു തരികയില്ല എന്ന് തീർത്തും നിശ്ചയമുണ്ടായിരുന്നതിനാലാണ്. അല്ലെങ്കിൽ ഞാൻ ഇവരെ ഇപ്പോൾ തന്നെ സസന്തോഷം വധിച്ചേനെ. ദയവ് ചെയ്ത് സംയമനം പാലിക്കുക. അനുസരണയോടെ ശത്രുഘ്നൻ മന്ദരയെ സ്വതന്ത്രയാക്കി. തേങ്ങിക്കരഞ്ഞുകൊണ്ടവൾ കൈകേയിയുടെ അടികത്തണഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ ഭരതനാണിനി രാജാവെന്ന ധാരണയിൽ സ്തുതിപാഠകർ പള്ളിയുണർത്തുവാനായി എത്തിയപ്പോൾ വർദ്ധിച്ച താപഭാരത്തോടെ ഭരതൻ അവരോട് പറഞ്ഞു, അയോധ്യാധിപൻ ഞാനല്ല. തത്സമയം വസിഷ്ഠമുനി രാജസഭയിൽ പ്രവേശിച്ച് മന്ത്രിമാർ, സൈന്യാധിപന്മാർ, പൗരമുഖ്യന്മാർ എന്നിവരോടുകൂടി ഭരതൻ അവിടേക്ക് എത്തിച്ചേരണമെന്ന് ആജ്ഞാപിച്ചു. അതനുസരിച്ച് ഭരതൻ രാജ്യസഭ പുൽകിയപ്പോൾ ഏവരും ദശരഥനെ എന്ന പോലെ തന്നെ ഭരതനെയും ഹർഷാരവങ്ങളോടെ സ്വീകരിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നാളെ നമുക്ക് ഭരതൻ രാമനെ അയോധ്യയിലേക്ക് തിരിച്ചു വിളിക്കാനായി ഉദ്യമിക്കുന്നതും രാമ